എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും മലയാളം അടിസ്ഥാന പാഠാവലിയുടെ ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും മാതൃഭാഷയാണെന്ന് പറയും. പക്ഷേ മലയാളം എല്ലാവരുടെയും മാതൃഭാഷയല്ല. നമ്മുടെ നാടിന്റെ മാതൃഭാഷയാണ്, കേരളത്തിന്റെ മാതൃഭാഷയാണ്. അല്ലാതെ തമിഴിന്റെ മാതൃഭാഷ മലയാളമല്ല, ഇംഗ്ലീഷുകാരുടെ മാതൃഭാഷ മലയാളമല്ല. അപ്പൊ മലയാളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായ ഉത്തരം, ഏറ്റവും ശരിയായ ഉത്തരം എന്ന് പറയുന്നത് മലയാളം ഒരു ഭാഷയാണ്. ലാംഗ്വേജ്, ഇംഗ്ലീഷിൽ പറഞ്ഞ അതിന്റെ വാക്ക് ഏതാ? ലാംഗ്വേജ്. അപ്പൊ മലയാളം ഒരു ഭാഷയാണ് എന്ന ബോധ്യത്തോടു കൂടി വേണം നമ്മൾ മലയാളത്തിന്റെ ക്ലാസ് വയ്ക്കാൻ. മലയാളം ഒരു ഭാഷയാണ് എന്നതിനോടൊപ്പം നമ്മൾ വേറെയും ഭാഷകൾ പഠിക്കുന്നുണ്ട്. മലയാളത്തോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഹിന്ദി പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അറബിക്ക് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഭാഷകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ഭാഷകൾ പഠിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഭാഷകൾ ഉപയോഗിച്ച് പഠിക്കുന്ന മറ്റു വിഷയം. ഇപ്പോ നിങ്ങൾ കണക്ക് പഠിക്കുന്നുണ്ട്, നിങ്ങൾ സയൻസ് പഠിക്കുന്നുണ്ട്, നിങ്ങൾ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നുണ്ട്, നിങ്ങൾ IT പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു ഭാഷയുടെ സഹായം കൂടിയെത്തി. ഒരു ഭാഷയും ഇല്ലാതെ നിങ്ങൾക്ക് മറ്റു വിഷയങ്ങളൊന്നും പഠിക്കാൻ കഴിയില്ല. ഇപ്പോ ബയോളജി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു വാക്കാണ്. അതുപോലെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു വാക്കാണ്. അതുപോലെ തന്നെ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ അതും ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു വാക്കാണ്. ഭൂമിശാസ്ത്രം മലയാളത്തിൻ്റെതാണ്. കെമിസ്ട്രി എന്നുള്ളതിന് പകരം മലയാളത്തിൽ രസതന്ത്രം എന്ന് പറയുന്നു. ഈ വാക്കുകളൊന്നുമില്ലാതെ, നിങ്ങൾക്ക് ഭാഷകളൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റും. പഠിക്കുന്ന കാര്യം പോട്ടെ, നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാനും കണക്ക് പഠിക്കുന്ന കണക്കിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് മലയാളത്തിലെ വാക്കാണ്. ഒന്നില്ലാതെ കണക്കില്ല, 0 ഇല്ലാതെ കണക്കില്ല. 2 ആയാലും 1 ആയാലും ഒക്കെ ഏതെങ്കിലും ഒരു ഭാഷയിലാണ് നിങ്ങൾക്ക്. അപ്പൊ നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്ത്? ഒന്ന് സംസാരിക്കാൻ കഴിയും, 2 പുഞ്ചിരിക്കാൻ കഴിയും. പുഞ്ചിരിക്കുന്ന ഒരു ജീവി മനുഷ്യനാണ്. അതുപോലെ ഭാഷ ഉപയോഗിക്കാൻ കഴിവുള്ളത് മനുഷ്യന് മാത്രമാണ്. ഞാൻ പലപ്പോഴും ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ, പലപ്പോഴും ഇന്ററാക്ഷൻ ക്ലാസ്സുകളാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ രസമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ കഴിയും. അങ്ങനെ ഇന്ററാക്ഷൻ ക്ലാസ്സുകളിലൊക്കെ പറയുമ്പോൾ ചില കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, തത്ത സംസാരിക്കാറില്ലേ എന്ന് ചോദിക്കും. തത്ത സംസാരിക്കൂ? തത്ത സംസാരിക്കില്ല. തത്ത സംസാരിക്കുമെന്ന് നമ്മൾ തോന്നുകയാണ്. കാരണം എന്താ? തത്തയോട് നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് മാത്രം തത്ത തിരിച്ചു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അനുകരണമാണ് തത്ത ചെയ്യുന്നത്. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞു കൊടുത്താൽ തത്തമ്മ എപ്പോഴും തത്തമ്മേ പൂച്ച പൂച്ച എന്ന് മാത്രമേ പറയുള്ളൂ. തത്തമ്മയോട് എന്താ നിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തത്തമ്മ അതിന് മറുപടിയായിട്ട് ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താ നിന്റെ പേര് എന്നുള്ളതായിരിക്കും തിരിച്ചു ചോദിക്കുന്നത്. നമ്മളാണെങ്കിൽ ആ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയുക. തത്തമ്മ ഒരിക്കലും ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കില്ല പറയുക, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ അനുകരണമായിരിക്കും. അപ്പോ ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്ന, ഭാഷ ഉപയോഗിച്ച് സംസാരിക്കാനും ആശയവിനിമയം നടത്താനും കഴിയുന്ന ലോകത്തിലെ, പ്രപഞ്ചത്തിലെ കണ്ടുപിടിക്കപ്പെട്ടതിലുള്ള ഏക ജീവികളാണ് നമ്മൾ മനുഷ്യർ. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ പുരോഗതികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാഷയാണ്. ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവാണ്. ആ ഭാഷയിലാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത്. ശാസ്ത്രം എന്ന വാക്ക് മലയാളത്തിൻ്റെതാണ്, സയൻസ് എന്ന വാക്ക് ഇംഗ്ലീഷിൻ്റെതാണ്. അപ്പൊ അങ്ങനെ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് ഒരു ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ആ ഹാർഡ് ഡിസ്കിൽ നമ്മളെല്ലാ വിവരങ്ങളും ശേഖരിച്ചു വെക്കപ്പെടുന്നത് ഭാഷയിലൂടെയാണ്. ഭാഷ ഇല്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് കാണുന്ന രൂപത്തിൽ മനുഷ്യന് ജീവിക്കാനേ കഴിയില്ല. നമുക്ക് തലമുറകളായി കിട്ടുന്ന എല്ലാ അറിവുകളും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന എവിടെയാണ്? ഭാഷയിലാണ്. എല്ലാ ആശയങ്ങളും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ഭാഷയിലാണ്. സയൻസില് നമ്മുടെ അറിവുകൾ സൂക്ഷിക്കുന്നത് ഭാഷയിലാണ്. കണക്കില് നമ്മുടെ അറിവുകൾ സൂക്ഷിക്കുന്നത് ഭാഷയിലാണ്. ഒന്നും ആണ് നമുക്ക് 2. a+b² = a² + 2ab + b², അല്ലേ? അതല്ലേ കണക്കിലെ സംഭവം. ഏതൊരു സിനിമയിൽ തിലകൻ പറയുന്നുണ്ടല്ലോ, വിതൗട്ട് മാത്തമാറ്റിക്സ് ഭൂലോകം ഒരു പൂജ്യമാണ്, ഭൂലോകത്തിന്റെ ഓരോ സ്പന്ദനവും മാത്സിലാണെന്ന് പറയുന്ന തിലകന്റെ സ്ഫടികം എന്ന സിനിമയിൽ തിലകന്റെ ഒരു കഥാപാത്രം. ഭൂലോകത്തിന്റെ ഓരോ സ്പന്ദനവും മാത്സിലാണെങ്കിലും ആ മാത്സിനെ
നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നത് ഭാഷയാണ്. ഒരു ഭാഷ ഇല്ലാതെ നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ, നമ്മുടെ മനസ്സിലേക്ക് കണക്കിനെ ആവാഹിച്ചെടുക്കാൻ കഴിയും. നമ്മൾ ഒന്ന് എന്ന് പറയുമ്പോൾ അത് മലയാളമാണ് എന്ന് കൂടെ ഓർക്കണം. രണ്ടും മലയാളമാണ്, വൺ ഇംഗ്ലീഷാണ്, ഏക്ക് ഹിന്ദിയാണ്. അപ്പോ നമ്മൾ പഠിക്കുന്നു, ഭാഷ ഉപയോഗിച്ച് പഠിക്കുന്ന ഏതാനും വിഷയം, പിന്നെ കുറെ ഭാഷകൾ. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള പഠനം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പലരും പറയും നല്ല ജോലി കിട്ടാനാണ്. ആണ്, ജോലി കിട്ടണം. ജോലി നമുക്ക് ഒരിടത്ത്, പക്ഷേ നല്ല ജോലി എന്ന് പറഞ്ഞൊരു ജോലിയില്ല. ഞാൻ എന്റെ കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നല്ല ജോലി എന്ന് പറഞ്ഞൊരു ജോലിയുണ്ട്. ഏത് ജോലിയാ മോശം? ഇപ്പൊ എല്ലാവരും ഡോക്ടറായി എന്ന് വിചാരിച്ചാൽ ഈ പ്രപഞ്ചം ഇങ്ങനെ മുന്നോട്ട് പോകും. എല്ലാവരും എഞ്ചിനീയർ ആയാൽ ഈ പ്രപഞ്ചം ഇങ്ങനെ മുന്നോട്ട് പോകും. എല്ലാവരും IT വിദഗ്ധനായി കഴിഞ്ഞാൽ ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകും. മുടി വെട്ടാൻ ആള് വേണ്ടേ? നിലത്ത് പണിയെടുക്കാൻ ആള് വേണ്ടേ? കർഷകൻ വേണ്ടേ? അപ്പൊ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. നമുക്ക് താല്പര്യമുള്ള ജോലിയിലേക്ക് നമ്മൾ എത്തപ്പെടണം. അപ്പോ ഒരു ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ചെറിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് അറിവ് നേടുന്നതാണ്. എപ്പോഴാണ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്? ഒരു വ്യക്തി ജനിക്കുമ്പോൾ മുതൽ ആരംഭിക്കുന്നുണ്ട് അവന്റെ വിദ്യാഭ്യാസം. ജനിക്കുമ്പോഴാണ് ജനിക്കാൻ പഠിക്കുന്നത്. അത് അവസാനിക്കുന്നത് മരിക്കുമ്പോഴാണ്. മരിക്കുമ്പോഴേ മരിക്കാൻ പഠിക്കുന്നത്. മരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ജനനം മുതൽ മരണം വരെ തുടർന്ന് നിൽക്കുന്ന ഒരു നീണ്ട പ്രോസസ്സാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് കുറെ പരീക്ഷ എഴുതുകയും ആരെങ്കിലും ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ തന്നെ തരുന്ന ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുകയും ചെയ്യുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന അറിവ് നേടുക. ആ നേടുന്ന അറിവ് നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുക. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും. കൂട്ടാനും കുറയ്ക്കാനും അറിയുന്ന കാലത്തെ നിങ്ങളല്ല, അത് അറിയാതിരുന്ന കാലത്തെ നിങ്ങൾ. അത് നിങ്ങളെ ആർക്കും പറ്റിക്കാമായിരുന്നു. നിങ്ങൾക്ക് 2 മാങ്ങ തന്നിട്ട് ഇതിൽ 5 മാങ്ങയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം അറിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പറ്റിക്കപ്പെടുമല്ലോ. അപ്പൊ അതുകൊണ്ട് കൂട്ടാനും കുറയ്ക്കാനും അറിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. ഇംഗ്ലീഷ് ആണെന്ന് മനസ്സിലാവുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. അപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറെ അറിവുകൾ ആർജിച്ചെടുക്കുകയും ആ അറിവിനൊത്ത് ഞാൻ എന്ന വ്യക്തിയുടെ എന്റെ പെരുമാറ്റത്തിലും എന്റെ സ്വഭാവത്തിലും ഒക്കെ മാറ്റം വരും. ചിലർ പറയും നല്ല സ്വഭാവം ഉണ്ടാവും. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു നല്ല സ്വഭാവം ആവണമെന്നില്ല. ഇപ്പോ ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും ഒക്കെ കണ്ടുപിടിച്ചപ്പോ നല്ല കണ്ടുപിടുത്തമാണ് അല്ലേ? അണുവിസ്ഫോടനവും അണു സംയോജനവും ഒക്കെ നല്ല കണ്ടുപിടുത്തം. പക്ഷെ അത് മനുഷ്യനെ നശിപ്പിക്കാൻ ഉപയോഗിച്ചു. അപ്പോ അവിടെ പിന്നെ ആ അറിവ് ലഭിച്ചപ്പോ അത് നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്? അല്ല, ചില അറിവുകൾ തിന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കപ്പെടാം. അപ്പൊ നന്മയും തിന്മയും ഒക്കെ വേർതിരിക്കപ്പെടുന്ന പിന്നെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ നല്ലത് മാത്രമല്ല വിദ്യാഭ്യാസം എന്നാണ്. വിദ്യാഭ്യാസത്തിലൂടെ പല ചീത്ത കാര്യങ്ങളും ചിലപ്പോൾ നമ്മളേക്ക് കിട്ടും. പക്ഷെ അത് വേർതിരിച്ചറിയാനും നല്ലതിനെ എടുക്കാനുമുള്ള കഴിവും കൂടെ ആർജിച്ചെടുക്കുക എന്നുള്ളതും വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യമാണ്. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്നത് ഭാഷ പഠന ക്ലാസ്സിലാണ്. ഏത് ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്? മലയാളമാണ്. ഈ മലയാളത്തിന്റെ കൂടെ നിങ്ങൾ വേറെയും ഭാഷകൾ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഹിന്ദി പഠിക്കുന്നുണ്ട്, അറബിക്ക് പഠിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഭാഷ പഠിക്കുന്നതോടൊപ്പം ഭാഷ ഉപയോഗിച്ച് പഠിക്കാവുന്ന കുറെ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ഭാഷയുടെ സഹായത്തോടെ മാത്രം പഠിക്കാവുന്ന കുറെ കാര്യങ്ങൾ. ഇതെല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാവുന്നത്. ഒന്നിനെ മാറ്റി നിർത്തി ഒന്നിനെ എടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഭാഷയുടെ സഹായത്താലാണ് നമ്മൾ മറ്റെല്ലാം പഠിക്കുന്നത്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആർജിച്ചെടുക്കുന്നത് ഭാഷയിലൂടെയാണ്. അങ്ങനെ ഭാഷയിലൂടെ ആർജിച്ചെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളിലുണ്ട്. നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്നുണ്ട്, സോഷ്യൽ സയൻസ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ കാര്യമാണ്. അതുപോലെ നമ്മൾ പിന്നെ കണക്ക് പഠിക്കുന്നുണ്ട്, ഗണിതം പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ പഠനം എന്തിനാണ് എന്നുള്ളതായിരുന്നു പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത്. പഠനം അറിവ് നേടാനാണ്. ജോലി കിട്ടും, ജോലി എന്തായാലും കിട്ടും. എന്തെങ്കിലുമൊക്കെ ജോലി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതിൽ നല്ല ജോലി, ചീത്ത ജോലി എന്നൊക്കെ തരംതിരിക്കുന്നത് നമ്മളാണ്. എനിക്ക് താല്പര്യമുള്ള ജോലി എനിക്ക് നല്ല ജോലി തന്നെയാണ്. അപ്പൊ ഒരാളുടെയും ജോലിയെ നമ്മൾ മോശക്കാരനായി കാണാൻ കഴിയില്ല. എല്ലാവരും ഡോക്ടർമാരായി കഴിഞ്ഞാൽ മീൻ വിൽക്കുന്ന ആളും ഡോക്ടറായി മാറില്ലേ? അപ്പൊ ആരാണ് മീനും കൊണ്ടുവരുന്ന ആള്? ഡോക്ടർ സാലേം മാലിക് മീനുമായി വരുന്നു. ആലോചിച്ചു നിങ്ങളുടെ അവസ്ഥ. മുടി വെട്ടുന്നത് ഡോക്ടർ ബഷീർ മുടി വെട്ടുന്നു. മുടി വെട്ടണ്ടേ? മീൻ വിൽക്കണ്ടേ? അതുപോലെ കടകൾ വേണ്ടേ?
ഓട്ടോറിക്ഷ ഓടണ്ടേ? എല്ലാവരും ഡോക്ടറായിട്ട് എല്ലാവരും ഈ ജോലിയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഡോക്ടർ ആവാൻ താല്പര്യമുള്ളവർ ഡോക്ടർ ആവണം, അത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമാണ്. എഞ്ചിനീയർ ആവാൻ താല്പര്യമുള്ളവർ എഞ്ചിനീയർ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന് വിദ്യാഭ്യാസം വേണ്ട, അറിവ് വേണ്ട എന്നുണ്ടോ? ഇല്ല. അവൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ അതിന്റെ അർത്ഥം വിദ്യാഭ്യാസം വേണ്ട എന്നുള്ളതല്ല. നിങ്ങളിപ്പോ അടുത്ത കാലത്ത് നമ്മുടെ ഒരു ഇത് വായിച്ചിരുന്നല്ലോ, വന്ദന SI, അവരുടെ ഒരു ആർട്ടിക്കിൾ ഇപ്പൊ ഇന്നലെ മിഞ്ഞാത്ത പത്രത്തിൽ വന്നിരുന്നു. ഒരു വളരെ സാധാരണക്കാരിയായിരുന്ന ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അവർ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവരൊരു കാലത്ത് ആ ജോലി ചെയ്തിരുന്നു. ഇപ്പൊ അവര് സബ് ഇൻസ്പെക്ടർ പോലീസാണ്. ഇന്നലത്തെ മിഞ്ഞാത്തെ പത്രത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ലൊരു തൊഴിൽ മേഖലയിൽ എത്തപ്പെടുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മൾ അറിവ് നേടുക. ഏറ്റവും പ്രധാനം എന്താണ്? വിദ്യാഭ്യാസത്തിലൂടെ ധാരാളം അറിവുകൾ നമ്മൾ ആർജിച്ചെടുക്കുന്നു. ഈ ആർജിച്ചെടുക്കുന്ന അറിവുകളിലൂടെ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. ഇപ്പൊ ഒരാൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയുന്നു, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട്, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ബൈക്ക് ഓടിക്കാൻ അറിയുമെങ്കിൽ മമ്പാട് പോയിട്ട് സാധനം വാങ്ങാൻ ബൈക്കിൽ പോയി വാങ്ങും. എന്നാൽ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ഒന്നുകിൽ നടന്നു പോകും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകും. അപ്പൊ എന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ഏത് അറിവ് നേടിയപ്പോ? ബൈക്ക് ഓടിക്കാനുള്ള അറിവ് നേടിയപ്പോ. കാർ ഓടിക്കാനുള്ള അറിവ് നേടുന്നവരെ ഒന്നുകിൽ ഞാൻ ട്രെയിനിൽ പോകും, അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ പോകും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകും, ഒന്നും അല്ലെങ്കിൽ നടക്കേണ്ടി വരും. നടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുതാക്കി കാണിക്കണ്ട. പഴയ കാലങ്ങളിലൊക്കെ ചങ്ങമ്പുഴയുടെ രമണൻ എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലമൊന്നുമല്ല. അതിന്റെ ഒരു കോപ്പി, ഒരു പുസ്തകത്തിന്റെ ഒരു കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എറണാകുളം വരെയൊക്കെ നടന്നു പോയി അത് കൈപ്പടയിൽ എഴുതിയെടുത്ത് കൊണ്ടുവന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പൊ നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമൊന്നുമല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ നടക്കാൻ തയ്യാറാകാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് മറ്റൊരറിവ് ലഭിച്ചു, അല്ലെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പൊ ഞാനിങ്ങനെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എന്റെ തലയ്ക്ക് മുകളിൽ ഫാൻ കറങ്ങുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ ഇരുന്നാ മതി. ഞാനിവിടെ ഇരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ തലയുടെ മുകളിലുള്ള ഫാൻ ഓട്ടോമാറ്റിക്കലി കറങ്ങുന്ന രൂപത്തിലേക്ക് നമ്മുടെ അറിവുകൾ മാറി വന്നു. AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി എന്ന് പറയുന്നതിനെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളാണ് പഠനം എന്ന് പറയുന്നത്. ആ പഠനത്തിൽ പരീക്ഷകൾ ഉണ്ടാവും. പക്ഷെ പരീക്ഷയ്ക്ക് വേണ്ടിയാണോ പഠിക്കുന്നത്? അല്ല, പഠിച്ച കാര്യങ്ങൾ പരീക്ഷിക്കപ്പെടാം. അതാണല്ലോ ജീവിതം. പഠിച്ച കാര്യങ്ങൾ ഏത് സമയത്തും പരീക്ഷിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ ആ അറിവ് എപ്പോഴാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ പഠിച്ച കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതുമാണ് ജീവിതം. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന ക്ലാസ് റൂം മലയാളത്തിന്റെ ക്ലാസ് റൂമാണ്. മലയാളം എന്നാൽ എന്ത്? ചോദ്യോത്തരമായിട്ട് പഠിക്കാനല്ല പറഞ്ഞത് കേട്ടോ. മലയാളം ഒരു ഭാഷയാണ്. മലയാളം ഒരു ഭാഷയാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് മലയാളമാണ്. മലയാളം മാത്രമാണോ പഠിക്കുന്നത്? അല്ല, മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും അറബിയും നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഭാഷകളാണ്. പിന്നെയോ, ഈ ഏതെങ്കിലുമൊക്കെ ഭാഷകളുടെ സഹായത്തോടു കൂടി മാത്രം പഠിക്കാവുന്ന ധാരാളം വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെ നമുക്ക് ഫിസിക്സ് എന്ന് പറയാം, കെമിസ്ട്രി എന്ന് പറയാം, അതുപോലെ ജിയോഗ്രഫി എന്ന് പറയാം, അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയാം, മാത്തമാറ്റിക്സ് എന്ന് പറയാം. ആരാണ് സംസാരിച്ചത് ഇപ്പം? ഇങ്ങനെ ധാരാളം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ പിന്നെ അടുത്തത്, ഈ പഠിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. ഈ പഠിക്കുന്നത് നമുക്ക് അറിവ് നേടാനാണ്. അറിവ് നേടുന്നതിലൂടെ ആത്യന്തികമായി എന്താണ് ലഭിക്കുന്നത്? അറിവ് നേടുന്നതിലൂടെ ഞാൻ എന്ന വ്യക്തിക്ക് മാറ്റം സംഭവിക്കുന്നു, എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു, എന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു. ഇതാണ് ആത്യന്തികമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് പരീക്ഷകൾ വരുന്നു, ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്ത മേഖലകളിൽ എത്തപ്പെടുന്നു, എനിക്ക് അഭിരുചിയുള്ള കാര്യങ്ങളിൽ ഞാൻ എത്തപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മലയാളം ക്ലാസ് വിവരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മലയാളം എന്ന് പറയുന്നത് എന്താ? ഭാഷയാണ്. എന്താണ് ഭാഷ? ഭാഷയുടെ ഉദ്ദേശം എന്താണ്? അവർ ഭാഷ ഇല്ലാതെ ഒന്നുമില്ല. വിത്തൗട്ട് ലാംഗ്വേജ് ഭൂമി എന്താണ്? ഒരു പൂജ്യമാണ് എന്ന് പറഞ്ഞു. ലാംഗ്വേജ് ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോ നമ്മൾ ഭാഷ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ചില കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കുട്ടികളുണ്ട് വളരെ ഈ കാണാപ്പടം പഠിക്കുന്ന കുട്ടികളോട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷ ആശയവിനിമയം നടത്തുന്നതിനാണ് എന്നൊക്കെ പറയും. ആശയവിനിമയം നടത്തുക എന്നൊക്കെ പറഞ്ഞ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ വെറുതെ വലിയ ഇതിൽ പറഞ്ഞിട്ട് ബേജാറാക്കേണ്ട കാര്യമില്ലല്ലോ. ഭാഷ എന്തിനാണ്? ഭാഷ പഠിക്കുന്നതല്ല, ഭാഷ എന്തിനാണ്? ഭാഷ നമ്മൾ വളരെ ചെറുപ്പത്തിൽ പഠിക്കുന്നുണ്ട്. ഭാഷ എന്തിനുള്ളതാണ്? ആശയവിനിമയം നടത്തുന്നതാണ് എന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഭാഷ എന്തിനുള്ളതാ? സംസാരിക്കാനുള്ളതാണ്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴാണല്ലോ എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നത്. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? സംസാരിക്കുമ്പോഴാണ്. അപ്പൊ ഭാഷയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഭാഷ ഏത് ഭാഷയായാലും, മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും അറബി ആണെങ്കിലും ഫ്രഞ്ച് ആണെങ്കിലും സ്പാനിഷ് ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും ഏത് ഭാഷയുടെയും ഉദ്ദേശം എന്താണ്? സംസാരിക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമ്മുടെ പറയുക എന്നുള്ളതല്ല, നമ്മുടെ ഏതാണ്? പറഞ്ഞോളൂ. ഏതാ പറഞ്ഞത്? ഇംഗ്ലീഷ്. ഏത്? പറഞ്ഞോ. ഇംഗ്ലീഷ് അല്ല. തെറ്റാണ്. ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും അല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ചൈനീസ് ആണ്. ചൈനീസ് ഭാഷയാണ്. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും ചൈനയിലാണ്. ഏറ്റവും കൂടുതൽ ആളുകളുടെ സംസാരിക്കുന്ന ഭാഷയും ചൈനീസ് ഭാഷയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വിഷയം അല്ലാത്തത് കൊണ്ട് ഭാഷയെ കുറിച്ച് പൊതുവായി പറഞ്ഞു പോയി എന്നേ ഉള്ളൂ ഞാൻ. അപ്പോ ഭാഷകൾ സംസാരിക്കാനുള്ളതാണ്. സംസാരത്തോടൊപ്പം അതിൽ നടക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സംസാരിക്കുന്നതിനൊപ്പം ഭാഷ എഴുതി വെക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ എഴുതി വെക്കപ്പെടാറുണ്ട്. കത്തെഴുതാറുണ്ട്, കഥ എഴുതാറുണ്ട്, കവിത എഴുതാറുണ്ട്, അതുപോലെ ലേഖനങ്ങൾ എഴുതാറുണ്ട്, ചരിത്രം എഴുതാറുണ്ട്, ശാസ്ത്രലേഖനങ്ങൾ എഴുതാറുണ്ട്. ധാരാളം കാര്യങ്ങൾ നമ്മൾ എഴുതാറുണ്ട്. അങ്ങനെ എഴുതി വെക്കപ്പെടുന്നത്, ഈ ഏറ്റവും വിശേഷപ്പെട്ട എഴുതി വെക്കപ്പെട്ട കാര്യങ്ങളെ ഭാഷയിൽ എന്ത് പറയും? സാഹിത്യം എന്ന് പറയും. ഇത് എഴുതി വെക്കപ്പെടുന്ന എന്തുകൊണ്ടാണ്? ലിപികൾ കൊണ്ടാണ്. ചില ഭാഷകളിൽ ലിപികൾ ഇല്ലാത്ത ഭാഷകളുണ്ട്. മറ്റു ഭാഷകളുടെ ലിപികൾ ഉപയോഗിച്ച് എഴുതുന്ന ഭാഷകളൊക്കെ ധാരാളമുണ്ട്. അപ്പൊ ലിപികൾ ഉപയോഗിച്ച് എഴുതി വെക്കപ്പെടുന്നതാണ് ഭാഷകൾ. അപ്പൊ സംസാരിക്കാനും എഴുതാനും കഴിയും. എഴുതിയ പിന്നെ വായിക്കാനും പ്രയാസം ഉണ്ടാവും. അപ്പോ എന്തുപയോഗിച്ചിട്ടാണ് എഴുതുന്നത്? ലിപികൾ ഉപയോഗിച്ചിട്ടാണ്. മലയാളത്തിന്റെ ലിപി അല്ല ഇംഗ്ലീഷിന്റെ ലിപി. എ എന്ന് പറഞ്ഞാൽ മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ബി എന്ന് പറഞ്ഞാൽ മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. അത് രേഖപ്പെടുത്തി വെക്കുന്നതാണ് വ്യത്യാസം. പിന്നെ ആ ശബ്ദം ഉപയോഗിച്ചുണ്ടാക്കുന്ന വാക്കുകൾക്കാണ് വ്യത്യാസം. നമ്മൾ എന്ന് പറയുന്ന ജീവിക്ക് കാക്ക എന്ന് പറയും. ഇംഗ്ലീഷുകാരൻ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ക്ലാസ് ആണ്. നിങ്ങൾ മൈക്രോഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വീണ്ടും കാണാനുള്ള ക്ലാസ് ആണ്. ചോദിക്കുമ്പോൾ മാത്രം സംസാരിക്കുക. അപ്പൊ എന്തായാലും ഇംഗ്ലീഷുകാരൻ, അപ്പൊ നോക്കൂ, ഇതൊക്കെ ശബ്ദങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ ശബ്ദമൊക്കെ മലയാളത്തിലുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. പക്ഷെ അർത്ഥ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരാം. അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള വ്യത്യാസം വരാം. അപ്പൊ എന്തായാലും ഭാഷയും ഭാഷ ഉപയോഗിച്ച് പഠിക്കുന്ന മറ്റു വിഷയങ്ങളുമാണെന്ന് പറയുമ്പോൾ ഭാഷ എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭാഷ സംസാരിക്കുക എന്നുള്ളതാണ് ഭാഷയുടെ പ്രധാന ഉദ്ദേശം. സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ ഉള്ളിലുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ, ആശയവിനിമയം നടത്തുക എന്നൊക്കെ നമ്മൾ നന്നാക്കി പറഞ്ഞാൽ പറയാം. രണ്ടാമത്തെ കാര്യം എന്താണ്? എഴുതാം. ഇങ്ങനെ എഴുതി വെക്കപ്പെടുന്നതാണ് എന്ത്? എഴുതി വെക്കപ്പെടുന്ന കഥ, കവിത, ലേഖനം, അതിനൊക്കെയാണ് പറയുന്നത് സാഹിത്യം. അപ്പൊ ഭാഷയിൽ സാഹിത്യം ഉണ്ടാകും. അപ്പൊ ഭാഷ പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ സാഹിത്യവും പഠിക്കും. അപ്പൊ അതില് മലയാളത്തിന് നിങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണ്? മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. എന്താ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും ഭാഷ പഠിക്കുന്ന ഏതെങ്കിലും ടീച്ചർ വടിയെടുത്ത് പഠിപ്പിച്ചിട്ടാണോ? അല്ല. നമുക്ക് മനുഷ്യന്റെ ഉള്ളില് ഭാഷ പഠിക്കാനുള്ള ഒരു ജീൻ ഉണ്ട്. അത് ജനറ്റിക്കലായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. മനുഷ്യൻ എന്ന ജീവിയുടെ ഉള്ളിലുണ്ട് ഭാഷ ഉപയോഗിക്കാൻ. അപ്പൊ ഈ ഭാഷ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജനനം മുതൽ നമ്മളിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഭാഷ പഠിച്ചു വരുന്നത് എവിടെ നിന്നാണ്? ഏതൊരു കുട്ടിയും അവന്റെ അമ്മയിൽ നിന്നാണ് ഭാഷ പഠിക്കുന്നത്. നിങ്ങളൊരു ചെറിയ കുട്ടിയെ നിങ്ങൾ കയ്യിലെടുത്ത് നോക്കിയിട്ടുണ്ടോ? ആ കുട്ടി എപ്പോഴും നമ്മുടെ മുഖത്തേക്കാണ് നോക്കുക. നമ്മുടെ ചുണ്ടിന്റെ അനക്കവും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കുട്ടി മെല്ലെ മെല്ലെ സംസാരിച്ച് തുടങ്ങും. അപ്പോ കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടി ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന എപ്പോഴായിരിക്കും? ആരോടായിരിക്കും? അമ്മയോടൊപ്പം ആയിരിക്കും. അച്ഛനൊക്കെ ആണെങ്കിൽ ഒന്നിങ്ങനെ വരും, എടുക്കും, എടുത്തു കഴിയുമ്പോഴേക്ക് മൂത്രം ഒഴിക്കുമ്പോൾ നേരെ അമ്മേന്റെ അടുത്ത് കൊടുക്കും. എല്ലാ ജോലി അമ്മയുടെയാണല്ലോ. അപ്പൊ ചെറിയ കുട്ടികള് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അതിന്റെ അമ്മയോടൊപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം മാതാവിൽ നിന്ന് ലഭിക്കുന്ന ഭാഷയാണ്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായി ആർജിച്ചെടുക്കുന്ന, ആദ്യമായി പഠിച്ചെടുക്കുന്ന ഭാഷ, അതാണ് മാതൃഭാഷ.
ചിലപ്പോ അമ്മ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അമ്മയ്ക്ക് തുല്യമായിട്ട് ഒരാളുണ്ടാവും. അവരിൽ നിന്ന് നമ്മൾ സ്വയം പഠിച്ചെടുക്കുന്ന ഭാഷയുണ്ട്. മറ്റാരും ചോദ്യം ചോദിക്കാതെ, ചോദ്യോത്തരം ഇല്ലാതെ. മറ്റത് പഠനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചോദ്യം ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. ഞാൻ എപ്പോഴും പറയും, ചോദ്യോത്തരങ്ങളല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ആരെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവര് തന്നെ തരുന്ന ഉത്തരം പഠിക്കാനാണോ മക്കളെ നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നത്? അല്ല, ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കേണ്ടവരാണ് അധ്യാപകർ. അല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും കുറെ ചോദ്യങ്ങൾ ചോദിച്ചു വെക്കും, ആ ചോദ്യങ്ങൾക്ക് അവര് തന്നെ ഉത്തരം കണ്ടെത്തി എന്തപ്പോ അങ്ങനെ അല്ലെങ്കിൽ എന്ന് ചോദിക്കേണ്ടവരാണ് നിങ്ങൾ. 1 1 2 എന്ന് മാഷ് പറയുമ്പോൾ 1 1 ഉമ്മണി വലിയ 1 എന്നാണ് ബഷീർ പറഞ്ഞത്. 1 1 2 ആണോ? അല്ല, 1 1 ഇല്ലോ. അതല്ലേ നമ്മൾ സയൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. പ്രപഞ്ചത്തിൽ പുതുതായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. പഠിച്ചതല്ലേ? എല്ലാം രൂപാന്തരീകരണം മാത്രമാണ് നടക്കുന്നത്. മെറ്റമോർഫോസിസം സയൻസ് പഠിച്ചവരാണ്. മെറ്റമോർഫോസിസ്, അത് ബഷീർ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 1 1 2 അല്ല, 1 1 ചേരുമ്പോ ഉമ്മണി വലിയ വേറൊന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ് പ്രപഞ്ചത്തിലെ ആ മെറ്റമോർഫോസിസം എന്നുള്ള ആശയം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ് സാഹിത്യം എന്ന് പറയുന്നത്. വലിയ വലിയ ആശയങ്ങൾ, വാക്കുകളിൽ നക്ഷത്രത്തിന്റെ തിളക്കം ഉണ്ടാക്കുന്നവരെയാണ് സാഹിത്യകാരന്മാർ എന്ന് പറയുന്നത്. 1 1 2 അത് ഉമ്മണി വലിയ 1 മാറുകയാണ് എന്നുള്ള വലിയ ഒരു പ്രപഞ്ച സത്യം പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു പോയതാണ്. അപ്പോ ഒരാളിങ്ങനെ കാണാപ്പാടം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചോദിക്കണ്ടേ, എന്തുകൊണ്ട് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് ചോദിക്കണ്ടേ? അപ്പൊ ചോദ്യം ചോദിക്കേണ്ടത് അധ്യാപകനല്ല, ചോദ്യം ചോദിക്കേണ്ടവർ നിങ്ങളാണ്. പക്ഷെ നിങ്ങൾ നിർഭാഗ്യവശാൽ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. ട്യൂഷൻ സെന്ററിലായാലും ശരി, സ്കൂളിലായാലും ശരി, ടീച്ചർ കുറെ QA സംവിധാനം മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. QA ആണ് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഇതാണ് പഠനം എന്ന ഒരു ധാരണ നമ്മളിലുണ്ട്. ഈ QA എന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളായി മാറണം. ചോദ്യം ചോദിക്കേണ്ടവർ നിങ്ങളായി മാറണം. ഉത്തരം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നവരാണ് അധ്യാപകൻ. ആ അധ്യാപകന്റെ റോളില് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അപ്പൊ കുറെ ചോദ്യോത്തരങ്ങൾ പഠിക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഞാനിത് പറഞ്ഞു വരാനുള്ള കാരണം എന്തായിരുന്നു? ഭാഷയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണല്ലോ നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. അപ്പോ ഭാഷ എന്ന് പറയുന്നത് സംസാരിക്കാനുള്ളതാണ്, സംസാരിക്കുന്നതോടൊപ്പം എഴുതാനുമുള്ളതാണ്. അപ്പൊ കുട്ടി ഭാഷ പഠിക്കുന്നത് അമ്മയിൽ നിന്നാണ്. മാതൃഭാഷ എന്ന് പേര് വന്നത് അങ്ങനെയാണ്. അമ്മയിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ഭാഷയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മാതൃഭാഷ എന്ന് പറഞ്ഞത്. ഏതൊരാളും, ഒരു ചെറിയ കുട്ടിയെ നമ്മൾ നിരീക്ഷിച്ചു നോക്കൂ, ആ കുട്ടി നമ്മുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. 1 വയസ്സാവുമ്പോഴേക്ക് സംസാരിച്ചു തുടങ്ങും. 2 വയസ്സാകുമ്പോഴേക്ക് ഒരുവിധം നന്നായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ സംസാരിക്കുന്ന കുട്ടികളുണ്ട്. 3 4 വയസ്സാകുമ്പോഴേക്ക് കൃത്യമായി അവര് ഭാഷ ഉപയോഗിക്കുക. ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണ്. ഇതാണ് മാജിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായി ആർജിച്ചെടുക്കുന്ന ഭാഷയുണ്ട്, ആ ഭാഷയാണ് മാതൃഭാഷ. അതിന്റെ പ്രത്യേകത എന്താ? അതിലേ നിങ്ങൾ ബാക്കിയൊക്കെ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ അറബി പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഹിന്ദി പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഷ പഠിച്ചാലും നിങ്ങൾ പഠിക്കുന്നത്, ആ ഭാഷ നിങ്ങൾ പഠിക്കുന്നത് മലയാളത്തിലാണ്. ക്യാച്ച് എന്താ നിങ്ങളുടെ മനസ്സിൽ വന്നത്? പൂച്ച എന്നല്ലേ? ഞാൻ ക്യാച്ച് എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ പൂച്ച എന്നാണ് വന്നത്. അപ്പൊ നിങ്ങളെ മനസ്സിലെ ക്യാറ്റിനെ നിങ്ങൾ അറിയാതെ പൂച്ചയാക്കി മാറ്റുന്നുണ്ട്. പൂച്ച എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തില് ആ ജീവിക്ക് ഉണ്ടാകുന്ന ശബ്ദമാണ് പൂച്ച. പൂച്ച. ഇംഗ്ലീഷുകാരൻ ആ ജീവിയെ കണ്ടാൽ ക്യാറ്റ് എന്ന് പറയും. അപ്പൊ നോക്കും, ഞാനൊരു ഇംഗ്ലീഷുകാരനോട് ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാരൻ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? പൂച്ച എന്ന് അവന്റെ ബ്രെയിനിലേക്ക് ഡീകോഡ് ചെയ്യാറില്ല. അവന്റെ മനസ്സിലേക്ക് ആ ജീവി വരും. വെള്ളാരം കണ്ണുകളുള്ള, നിറയെ രോമങ്ങളുള്ള, നല്ല ഭംഗിയുള്ള വാലുള്ള, നഖങ്ങളൊക്കെയുള്ള, എങ്ങനെ ഇട്ടാലും താഴേക്ക് ചാടുന്ന ആ ജീവിയുടെ രൂപം നേരെ ഇംഗ്ലീഷുകാരുടെ തലയിലേക്ക് വരും. നിങ്ങളുടെ തലയിലേക്ക് ആ രൂപമല്ല ഞാൻ ക്യാറ്റ് എന്ന് പറഞ്ഞപ്പോ വന്നത്. നിങ്ങൾ അറിയാതെ അതിനെ ഡീകോഡ് ചെയ്തു, എന്താക്കി മാറ്റി? പൂച്ചയാക്കി മാറ്റി. ഇതാണ് മാതൃഭാഷ. മാതൃഭാഷ എന്ന് പറഞ്ഞാൽ മലയാളം എന്നല്ല കേട്ടോ അർത്ഥം. ഇനി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ ക്ലാസ് കേൾക്കുന്ന 68 കുട്ടികളിലും ചിലപ്പോൾ എന്താ മാതൃഭാഷ ചപ്പ പറയും മലയാളം. മാതൃഭാഷ എന്ന് പറഞ്ഞാൽ മലയാളമല്ല. ഇംഗ്ലീഷുകാരന്റെ മാതൃഭാഷ ഇംഗ്ലീഷാണ്, ഫ്രഞ്ചുകാരൻ്റെത് ഫ്രഞ്ചാണ്, ഹിന്ദിക്കാരൻ്റെത് ഹിന്ദിയാണ്, ഗുജറാത്തിയുടേത് ഗുജറാത്തിയാണ്, തമിഴിൻ്റെത് തമിഴാണ്, പഞ്ചാബിയുടേത് പഞ്ചാബിയാണ്. അതാണ് മാതൃഭാഷ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആദ്യമായി ആർജിച്ചെടുക്കുന്ന ഭാഷ, ആദ്യമായി സ്വയം പഠിച്ചെടുക്കുന്ന ഭാഷ. അത് മിക്കവാറും സ്വന്തം അമ്മയിൽ നിന്നായത് കൊണ്ടാണ് അതിനെ മാതൃഭാഷ എന്ന് പറയുന്നത്. ഇതാണ് മാതൃഭാഷ. ഈ ഭാഷയാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മറ്റു ഭാഷകൾ പഠിക്കുന്നത്.
അപ്പൊ ക്യാറ്റ് എന്ന വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിനെ ഡീകോഡ് ചെയ്ത് മലയാളമാക്കി പൂച്ച എന്ന് ആക്കി മാറ്റി. അപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇതുപോലത്തെ ക്ലാസ് അല്ലല്ലോ, നമ്മൾ സാധാരണ പോലെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ ഞാൻ പറയുകയാണ്, മക്കളെ, എ സ്നേക്ക് അണ്ടർ യുവർ ലെഗ്സ്. സ്നേക്ക്, എ സ്നേക്ക് പാമ്പ്, അണ്ടർ അടി, ലെഗ്സ് കാൽ, കാലിലോട്ടിൽ പാമ്പ് എന്ന് നമ്മൾ ചോദിക്കും. അപ്പോഴേ നമുക്ക് ഞെട്ടൽ വരുന്നുള്ളൂ. നേരെ മറിച്ച് മക്കളെ ഇവിടെ കാലിലോട്ടിൽ പാമ്പുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എവിടുന്ന് പെട്ടെന്ന് എണീക്കലും ചാടലും ഓട്ടലും ക്ലാസ്സിലൊരു മനുഷ്യൻ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കണം, സ്നേക്ക് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കണം, അണ്ടർ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കണം, ലെഗ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കണം. ഇത്രയും നമ്മുടെ തലച്ചോറിന് താമസം വരിക. ഇതാണ് മാതൃഭാഷ ചുരുക്കി പറഞ്ഞത്. ഇത് ഹിന്ദിക്കാരനാണെങ്കിൽ ഹിന്ദിയാണ്, ഗുജറാത്തിക്കാണെങ്കിൽ ഗുജറാത്തിയാണ്, തമിഴനാണെങ്കിൽ തമിഴനാണ്, ഇംഗ്ലീഷുകാരനാണെങ്കിൽ ഇംഗ്ലീഷാണ് അവന്റെ മാതൃഭാഷ. ഒരു വ്യക്തി ആദ്യമായി ആർജിച്ചെടുക്കുന്ന ഭാഷയ്ക്കാണ് എന്ത് പറയുന്നത്? മാതൃഭാഷ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മാതൃഭാഷ പഠിക്കുന്ന ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. നമ്മുടെ മാതൃഭാഷ മലയാളമാണ്, ഇംഗ്ലീഷുകാരൻ്റെത് ഇംഗ്ലീഷാണ്, ഹിന്ദിക്കാരൻ്റെത് ഹിന്ദിയാണ്. ഭാഷ സംസാരിക്കാനുള്ളതാണ്. സംസാരിക്കുന്ന അതുപോലെ തന്നെ നമുക്കിത് എഴുതാൻ കഴിയും. എല്ലാ ഭാഷകളും ലിപികൾ അല്ലെ? ഭാഷ വരയ്ക്കുന്നത് ചിത്രം, നമ്മള് ഭാഷയ്ക്ക് പകരം വരയ്ക്കുന്ന ചിത്രങ്ങൾക്കാണ് എന്ത് പറയുന്നത്? ലിപികൾ എന്ന് പറയുന്നത്. ലിപി ഉപയോഗിച്ചാണ് ഭാഷകൾ രേഖപ്പെടുത്തി വെക്കുന്നത് അല്ലെങ്കിൽ എഴുതി വെക്കുന്നത്. ഇങ്ങനെ എഴുതി വെക്കുന്നതിൽ വിശേഷപ്പെട്ടതിനെയാണ് നമ്മൾ കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, ഇതിനൊക്കെയാണ് നമ്മൾ സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോ ഞാന് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യമായി പറഞ്ഞ എന്താണ്? നമ്മൾ മലയാളം ക്ലാസ്സിൽ ഇരിക്കുന്നു, പഠിക്കാനിരിക്കുന്നു. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ആദ്യത്തെ പോയിന്റ് കൃത്യമാക്കി വെച്ചോളണം. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? പഠിക്കുന്നത് അറിവ് നേടാനാണ്. എന്തിനാണ് അറിവ് നേടുന്നത്? അറിവ് നേടുന്നത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനാണ്, അല്ലെങ്കിൽ സ്വഭാവത്തിലെ മാറ്റങ്ങൾക്കാണ്. ബിഹേവിയർ ചേഞ്ച്, സ്വഭാവ മാറ്റമാണ് പഠനത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നുണ്ട്? ഇപ്പൊ നമ്മൾ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ട് അങ്ങനെ അടിവരായിട്ട് പറയാൻ കഴിയില്ല. ഓരോ നിമിഷവും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പൊ ടീച്ചിമിന്റ് എന്നൊരു ആപ്പ് നമ്മൾ പഠിച്ചില്ല, അത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം ഉണ്ട്? ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വ്യത്യസ്ത ഭാഷകൾ പഠിക്കുന്നു. ആ വ്യത്യസ്ത ഭാഷകളോടൊപ്പം ആ ഭാഷ ഉപയോഗിച്ച് പഠിക്കാൻ കഴിയുന്ന സയൻസ് ഉണ്ട്, സോഷ്യൽ സ്റ്റഡീസ് ഉണ്ട്, ചരിത്രമുണ്ട്, ജോഗ്രഫി ഭൂമിശാസ്ത്രമുണ്ട്. സോഷ്യൽ സ്റ്റഡീസിന് രണ്ടായി തിരിച്ച ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ്. അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ നമ്മൾ പഠിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒഴിവാക്കാൻ കഴിയാത്തൊരു സംവിധാനമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നു, റോബോട്ടിക് സാങ്കേതിക വിദ്യയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വിവര സാങ്കേതിക വിദ്യ നമ്മൾ പഠിക്കുന്നുണ്ട്, മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഭാഷ രണ്ടാക്കി തിരിച്ചാൽ ഭാഷ ഉപയോഗിച്ച് പഠിക്കുന്ന മറ്റു വിഷയങ്ങളും എന്നതിനെ മാറ്റിവെക്കും. അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ അതിനെ തിരിച്ചു. ഈ പഠിക്കുന്നത് നമ്മൾ അറിവ് നേടാനാണ്. അപ്പൊ അതിൽ തന്നെ ഭാഷ എന്താണ്? നമ്മൾ പഠിക്കുന്ന ഭാഷ ക്ലാസ്സിലായത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് എനിക്ക്. എന്തിനാണ് ഭാഷ? ഭാഷ എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാനുള്ളതാണ്. സിമ്പിളായിട്ട് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. സംസാരിക്കാനുള്ളതാണ്. സംസാരിക്കുന്നതിനാണ് എന്റെ ഉള്ളിലുള്ള ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് സംസാരിക്കണം. എന്റെ ഉള്ളിലെ ഒരു ആശയത്തെ സ്വാംശീകരിച്ച് വെക്കണമെങ്കിൽ, എന്റെ ഉള്ളിൽ ഒരു ആശയത്തെ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ എനിക്ക് ഭാഷയുടെ സഹായമാണ്. സംസാരിക്കാനാണ് ഭാഷ. പ്രധാന ഉദ്ദേശം സംസാരിക്കുക. ഏതെല്ലാം ഭാഷകളുണ്ട്? ഒരുപാട് ഭാഷകളുണ്ട് ലോകത്ത്. ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ചൈനീസ് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, മലയാളമുണ്ട്, ഹിന്ദിയുണ്ട്, അറബിക് ഉണ്ട്. അതുപോലെ ധാരാളം ഭാഷകൾ നമുക്ക് ഭാഷയുടെ ഉദാഹരണങ്ങളായിട്ട് കൊടുക്കാൻ കഴിയും. അപ്പൊ ഭാഷകളായി ഈ ഭാഷകൾ എഴുതാനും ഉപയോഗിക്കുന്നുണ്ട്. എഴുതുന്നത് നമ്മൾ വായിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ എഴുതുന്നത് ലിപികൾ ഉപയോഗിച്ചാണ്. ഓരോ ഭാഷയ്ക്കും ഓരോ ലിപിയാണ്. ഇംഗ്ലീഷിൽ ശബ്ദം ഒന്നാണ്. എ എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാക്കിയ വ്യത്യാസം ഉണ്ടാവും. ഇത് ഞാൻ ഉണ്ടാക്കിയ എ ഇംഗ്ലീഷ് എ ആണോ മലയാളം എ ആണോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ എ എന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ ബി എന്ന് പറയുക, ഞാൻ ആൻ എന്ന് പറയുക. ഞാൻ ഇപ്പൊ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ശബ്ദം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ അത് നമ്മൾ മറ്റ് ഉപയോഗിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. എഴുതുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ എഴുതിയ എ
ഇംഗ്ലീഷിലാണോ ഞാൻ വരച്ച ചിത്രം, ഇംഗ്ലീഷ് ഇയുടെ ചിത്രമാണോ മലയാളം ഇയുടെ ചിത്രമാണോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിനെയാണ് നമ്മൾ ലിപി, ഭാഷ ആലേഖനം ചെയ്യുന്ന സംഭവമാണ് എന്ത് ലിപി. ഭാഷയുടെ ചിത്രീകരണമാണ് ലിപി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ചിത്രീകരണത്തിന് നമുക്ക് ലിപി ഉപയോഗിക്കാം. ക്ലിയർ ആയി. പിന്നെ നമ്മൾ പഠിച്ചു എന്താണ് മാതൃഭാഷ. ഒരു കുട്ടിക്ക് സ്വന്തം അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ എന്ന് പറയുന്നത്. കുട്ടിക്ക് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഭാഷ പഠിക്കാനുള്ള കഴിവ് ജന്മനാലുണ്ടാകും. അങ്ങനെ ജന്മനാലുള്ള ആ കഴിവ് അത് കുട്ടി സ്വയം പഠിച്ചെടുക്കുന്നു. ഒരു അധ്യാപകനും വടിയെടുത്ത് ചോദ്യം ചോദിച്ച് പഠിപ്പിക്കുന്ന അല്ല ഒരാളെയും ഭാഷ. അങ്ങനെ ആദ്യമായി പഠിച്ചെടുക്കുന്ന ഭാഷയാണ് മാതൃഭാഷ. അങ്ങനെ ആദ്യമായി പഠിച്ചെടുക്കുന്ന ഭാഷയിലാണ് ലോകത്തിലെല്ലാവരും മറ്റെല്ലാ ഭാഷകളും പഠിക്കുന്നത്. ലോകത്തിലെല്ലാവരും മറ്റെല്ലാ ഭാഷകളും പഠിക്കുന്നത് നമ്മൾ ആദ്യമായി ആർജിച്ചെടുക്കുന്ന ഭാഷയിൽ. അതാണ് മാതൃഭാഷയുടെ പ്രത്യേകത. അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആദ്യത്തെ പ്രവർത്തനം ചെയ്യും. ആദ്യത്തെ പ്രവർത്തനം എന്താണ്? പഠനം എന്തൊക്കെ എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുതുന്നത്. പഠനം എന്തൊക്കെ. 10A ക്ലാസ്സിലെ കുട്ടികൾ അതും തുടങ്ങി വെച്ചത്. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അതിലേക്ക് 10A ക്ലാസ്സിലെ കുട്ടികൾ ആ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ഭാഷയും മറ്റു വിഷയങ്ങളും ഉള്ള സംഭവം ഉണ്ടല്ലോ അതും കൂടെ ഉൾപ്പെടുത്തിട്ട് ഭാഷയുടെ എന്താണ് ഭാഷ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, അത്തരം കാര്യങ്ങളൊന്നും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് മുഴുവനാവും. ബാക്കിയുള്ള കുട്ടികൾ എന്താണ് പഠനം, അറിവ് നേടാനാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? ആദ്യം പഠനം. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ചോദ്യോത്തരമായിട്ടല്ല നിങ്ങൾ എഴുതേണ്ടത്. ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ മാത്രമാണ്. ഒരു പ്രവർത്തനമാണ്. നമ്മുടെ പ്രവർത്തനം എന്താണ്? ഒരു ലഘു ലേഖനം ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ലഘു ലേഖനം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഒരു പുസ്തകം എടുക്കുന്നു. ആ പുസ്തകം നോട്ട് ബുക്ക് ചോദ്യത്തിന് എഴുതാനുള്ള നോട്ട് ബുക്ക് നമുക്ക് വേണ്ട. അങ്ങനെ സംഭവമേ നമുക്കില്ല. നമ്മുടെ ഒരു പുസ്തകം എടുക്കുന്നു. ആ പുസ്തകം നമ്മുടെ മലയാളത്തിന്റെ ഭാഷാ പഠന രേഖയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഷീറ്റ്, എല്ലാ ഷീറ്റിലും നിങ്ങൾ എന്ത് ചെയ്യണം? 4 ഭാഗത്തും ബോർഡറൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് വരയ്ക്കണം. ആദ്യത്തെ ഫേസിംഗ് ഷീറ്റിൽ നല്ല വൃത്തി വേണം. പെൻസിൽ കൊണ്ട് വരയ്ക്കണം, പേന കൊണ്ട് വരയ്ക്കരുത്, കളർ ഊട്ടരുത്. നിങ്ങൾ വിചാരം ഭയങ്കര വൃത്തി, കളർ ഊട്ടിയ ഭയങ്കര വൃത്തി ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത്. പെൻസിൽ കൊണ്ട് വരയ്ക്കുക. ബോർഡറുകളൊക്കെ പെൻസിൽ കൊണ്ട് ഇടുക. എന്നിട്ട് ആ പുസ്തകത്തിന് നല്ലൊരു പേര് കൊടുക്കുക. നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് പേര് കൊടുക്കുന്ന പോലെ നിങ്ങളുടെ പുസ്തകത്തിന് നിങ്ങൾ നല്ലൊരു പേര് കൊടുക്കുക. എന്ത് പേര് നിങ്ങൾക്ക് കൊടുക്കാം? മധുരം മലയാളം എന്നോ, പിന്നെ മലയാള മധുരം എന്നോ, എന്റെ ഭാഷ എന്നോ, അങ്ങനെ പുസ്തകത്തിന് കൊടുക്കാവുന്ന പേരായിരിക്കണം കൊടുക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും പേര് വെറുതെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പണ്ട് എന്റെ അയലോകത്തൊക്കെ ഒരു സ്ത്രീക്ക് പേരിടാൻ ഒരാള് പിന്നെ അയാളെടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഒരു വലിയ കാരണവരെടുത്ത് ചെന്നിട്ട് ചോദിച്ചു, കാരണവരെല്ലാം വെള്ളടിച്ചിരിക്കുന്ന സമയത്ത് പേരിടേണ്ട എന്താ എന്ന് ചോദിച്ചു. അപ്പൊ ആണാണോ പെണ്ണാണോ കുട്ടി എന്ന് പോലും അറിയില്ല. ഇയാൾ പറഞ്ഞ കറുപ്പൻ, പെണ്ണാണ് കാരണം കറുപ്പായി നിൽക്കുന്നത്. അങ്ങനെ കറുപ്പായി ഉണ്ടായിരുന്നു എന്റെ തൊട്ടടുത്ത്. കറുപ്പായി ആയതാണ്. അപ്പൊ അതേപോലുള്ള സംവിധാനങ്ങളൊക്കെ അല്ല പേരിടുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഞാൻ എന്റെ പുസ്തകത്തിന്റെ പേരെന്തായിരിക്കണം? പുസ്തകത്തിലൊരു പേര് കൊടുത്തു. അതിന്റെ അടിയിൽ ചെറുതായിട്ട് നിങ്ങളുടെ പേരും ക്ലാസ്സും എഴുതും. ഒന്നാമത്തെ ഷീറ്റിൽ പിന്നെ ഒന്നും വേണ്ട. അടുത്ത പേജിൽ, പിന്നെ അടുത്ത പേജിലേക്കല്ല, അടുത്ത ഏടിലേക്ക് കിടക്കണം. പിന്നീട് എല്ലാ പേജിലും എഴുതാം കേട്ടോ. ആദ്യത്തിൽ പിന്നെ ഒന്നും എഴുതേണ്ട, അതിന്റെ ഇങ്ങപ്പുറത്ത് എഴുതേണ്ട കാര്യമില്ല. പിന്നെ അടുത്ത പേജിൽ നമ്മൾ ആദ്യത്തെ പ്രവർത്തനം എന്താണ്? ലഘു ലേഖനമാണ് നമ്മുടെ പ്രവർത്തനം. അതിനും ഒരു പേര് കൊടുക്കണം. അതിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത് പഠനം എന്തൊക്കെ എന്നുള്ളത്. ആ വിഷയം എഴുതിക്കൊള്ളണം എന്നില്ല, അതിനൊരു പേര് കൊടുക്കുക. ബ്രാക്കറ്റിൽ ലഘു ലേഖനം എന്ന് കൊടുക്കുക. പേര് കൊടുക്കുമ്പോൾ സ്കെയിൽ വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് അതിന്റെ അടിയിൽ 2 വരയൊക്കെ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് എഴുതി തുടങ്ങാം. ഇത് നിങ്ങളുടെ ഭാഷാ പഠന രേഖയാണ്. നിങ്ങൾ പഠിച്ചതിന്റെ തെളിവാണ്. പഠിക്കാനുള്ള കാര്യങ്ങളല്ല എഴുതേണ്ടത്, പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ ഇട്ട് തരേണ്ടത്, ഇതിന്റെ മാതൃകയൊക്കെ ഇട്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ അതിൽ വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ പ്രവർത്തനം തയ്യാറാക്കണം. ഇന്നത്തെ പ്രവർത്തനം ഇതാണ്, ലഘു ലേഖനം തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ മുകളിൽ ലഘു ലേഖനം തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ഇട്ടിട്ട് ക്യൂ എന്നിട്ടിട്ട് എ എന്നിട്ടിട്ട് എഴുതരുത്, എഴുതിയാൽ മാറ്റരുത്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് കട്ടായി. ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാം കാര്യങ്ങൾ. അതിന്റെ ഉദാഹരണമൊക്കെ എനിക്ക് വാട്സപ്പിൽ ഇട്ട് തരാം കേട്ടോ. ഒന്നുമില്ല, ഒരു പുസ്തകം എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമ്മുടെ ഭാഷാ പഠന രേഖയാണ് വേണ്ടത്. ചോദ്യോത്തരങ്ങളുള്ള നോട്ട് പുസ്തകം നമുക്ക് ഉണ്ടാകില്ല. ഇതിനു മുമ്പ് പഠിച്ചു പോയ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അറിയാം.
അപ്പൊ നിങ്ങൾ തയ്യാറാക്കുന്ന പ്രവർത്തനം നിങ്ങൾ പഠിച്ചതിന് ശേഷമായിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കണം. അതിനെ വാചകമാക്കി എഴുതുക, ഉദാഹരണങ്ങൾ ചേർത്ത് എഴുതുക, വൃത്തിയാക്കി എഴുതുക, അത്രയേ ഉള്ളൂ. ലഘുലേഖനം, പഠനം എന്തൊക്കെ, ഇതാണ് വിഷയം. ആ വിഷയം നിങ്ങൾ എഴുതണമെന്നില്ല, നിങ്ങൾ അതിന്റെ ഒരു പേര് കണ്ടെത്തിയിട്ട് എഴുതിയാൽ മതി. അങ്ങനെ എഴുതിയതിനു ശേഷം അവർ ഭാഷാ പഠന രേഖയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ പഠിച്ചതിന്റെ റെക്കോർഡാണ്. അത് ഞാൻ നോക്കി തരാറുണ്ട്, നോക്കി മാർക്കിട്ട് തരാറുണ്ട്. അത് സ്കൂൾ എപ്പോഴാണോ തുറക്കുന്നത്, അല്ലെങ്കിൽ സ്കൂൾ തുറന്നിട്ടില്ലെങ്കിലും പ്രത്യേക സമയത്ത് നിങ്ങൾക്ക് അത് വന്ന് എന്നെ കാണിക്കാവുന്നതാണ്. അത് തയ്യാറാക്കാതെ 10 മാർക്ക് സി ഉണ്ട്. ആ സി മാർക്ക് ഞാൻ ഒരാൾക്കും ഇന്ന് വരെ കൊടുത്തിട്ടില്ല. മുഴുവൻ കുട്ടികളുടെയും പ്രവർത്തനങ്ങൾ ഞാൻ നോക്കി ഒപ്പിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ നോക്കി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ സി മാർക്ക് കൊടുക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒരുപാടൊന്നും ഉണ്ടാവില്ല, മുമ്പ് പഠിച്ചു പോയ കുട്ടികളോട് ചോദിച്ചാൽ മതി. അപ്പൊ ഈ ചോദ്യോത്തരങ്ങളായിട്ട് തയ്യാറാക്കാതെ നിങ്ങൾ പഠിച്ചതിന്റെ തെളിവുകൾ പഠിച്ചതിന് ശേഷമായിരിക്കണം എഴുതേണ്ടത്. എഴുതിയ കാര്യത്തിൽ പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. നിങ്ങളിപ്പോ തയ്യാറാക്കുന്നതാണ് പഠനം എന്താണ്, ഞാൻ എന്തിനാ പഠിക്കുന്നത്, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്? ഭാഷകളുണ്ട്, മറ്റു വിഷയങ്ങളുണ്ട്, അതിന്റെ ഓരോന്നിന്റെയും പ്രത്യേകത, മാതൃഭാഷ എന്താണ്, ഇത്രയും കാര്യങ്ങൾ അടുക്കും ചിട്ടയും ഉദാഹരണ സഹിതത്തോട് കൂടിയിട്ട് രസകരമായിട്ട് നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് വായിക്കാനല്ല, മറ്റുള്ളവർക്ക് വായിക്കാനാണ്. അതും കൂടെ മനസ്സിലാക്കണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എഴുതണ്ട, ആരോടെങ്കിലും ചോദിച്ചിട്ട് എഴുതണ്ട. നിങ്ങളുടെ സ്വന്തം ഭാഷ രീതി നന്നാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നിങ്ങളെ സ്വന്തമായി എഴുതാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ തയ്യാറാക്കുക. തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഇവിടെ തന്നെ ടീച്ചിമെന്റിൽ തന്നെ അയക്കുക. വാട്സപ്പിൽ അയക്കുന്നതിനേക്കാൾ നല്ലത് ടീച്ചിമെന്റിൽ. ഞാൻ ഈ അസൈൻമെന്റ് നിങ്ങൾക്ക് ടീച്ചിമെന്റിൽ തരും. ടീച്ചിമെന്റിൽ ഞാനത് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുകൊണ്ട് ടീച്ചിമെന്റിൽ അസൈൻമെന്റ് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ആവശ്യമായ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ അപ്പൊ അങ്ങനെ ടീച്ചിമെന്റിൽ നിങ്ങൾ ആദ്യത്തെ അസൈൻമെന്റ് തയ്യാറാക്കി ടീച്ചിമെന്റിൽ അയക്കുക എല്ലാവരും. അപ്പൊ ആരൊക്കെ അയച്ചു ആരൊക്കെ അയച്ചില്ല എന്നുള്ളതിന്റെ ഒക്കെ കൃത്യമായ തെളിവ് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ടീച്ചിമെന്റിലെ ആദ്യത്തെ പ്രവർത്തനം തയ്യാറാക്കി അയച്ചിരിക്കാം. പ്രവർത്തനം ഇതാണ്, ലഘുലേഖനം തയ്യാറാക്കലാണ്. ലഘുലേഖനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാടില്ല, ചുറ്റിയതൊരു 1.5 പേജ് 2 പേജിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ലേഖനം. അപ്പൊ അതിന് പുസ്തകത്തിന് പേര് കൊടുക്കണം. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, 4 ഭാഗത്ത് ഒരേപോലെ പെൻസിൽ കൊണ്ട് 1 സെന്റിമീറ്റർ ആണ് ഇടേണ്ടത് കേട്ടോ. ബോർഡർ ഉദാഹരണമൊക്കെ ഞാൻ അതിൽ ഇട്ട് തരാം. അപ്പൊ 1 സെന്റിമീറ്റർ ബോർഡർ ഇട്ടുകൊണ്ട് പെൻസിൽ കൊണ്ട് വേണം എന്ത് വരയ്ക്കാൻ, ബോർഡർ വരയ്ക്കാൻ. വരകളൊക്കെ പെൻസിൽ കൊണ്ടാണ്, എന്നാൽ മായ്ക്കാൻ വേണമെങ്കിൽ കട്ടി കൂട്ടി വരയ്ക്കണ്ട. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്തിട്ട് ആദ്യത്തെ അസൈൻമെന്റ് എനിക്ക് കാണിച്ചു തരണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഞാൻ ഇതിന്റെ റെക്കോർഡിംഗ് ഓഫ് ആക്കുകയാണ്.